അവള് മലയാളിയാണെന്ന് അറിഞ്ഞപ്പോ ഞാനൊന്ന് ഞെട്ടി എന്നുള്ളത് സത്യം. എന്ന് വെച്ച് ഞാൻ ചമ്മിയൊന്നുമില്ല. ചമ്മി പെണ്ണുങ്ങളായ ഇങ്ങനെ വേണം. എന്താ സ്മാർട്ട്നെസ്? ഇവിടെ ഉണ്ടല്ലോ ഒരെണ്ണം, ശുദ്ധ മലപ്പുറം. തലേന്ന് സാരിയും മാറ്റൂല, വാതിലിന്റെ മറവിന്ന് പുറത്തും വരൂല. നീ ആ ശ്രദ്ധയെ കണ്ട് പഠിക്ക്. നിർത്തറോ, ഉള്ള കോംപ്ലിമെന്റ്സ് മുഴുവൻ ഒരുത്തിക്ക് തന്നെ കൊടുത്ത് തീർക്കാതെ. ട്രെയിനിങ്ങിന് ഇനിയും പെമ്പിള്ളേർ വരാനുണ്ട്. ഫാത്തിമക്കുട്ടി, ഇനിയാണ് ഇവനെ സൂക്ഷിക്കേണ്ടത്. നമുക്ക് 4 നിക്കാഹ് വരെ കഴിക്കാം. 4 കെട്ടാത്തവൻ നട്ടലില്ലാത്തവൻ ഇവൻ എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പഴല്ലേ അതിന്റെ പൊരുൾ എനിക്ക് മനസ്സിലായത്. തമാശയൊന്നുമല്ല. ഫാത്തിമക്കുട്ടി സൂക്ഷിച്ചില്ലെങ്കിൽ ഒറ്റ തുമ്മലിന് 3 തലാക്കും പറഞ്ഞ് ഇവൻ ഫാത്തിമക്കുട്ടിയെ ഒതുക്കും. എന്തിനാ സാറേ കുടുംബ കലഹം ഉണ്ടാക്കുന്നത്? കോമഡി ഒന്നും ഇവർക്ക് മനസ്സിലാവൂല. ഇത് കോമഡി ഒന്നുമല്ല. നീ പരസ്യമായ രഹസ്യമായ എന്നെ ഊരുവോ? ഇല്ല. ഓടാ, ഓ ഓട്ടെ. ശരി. 4 സാറിന്റെ കാര്യമേ തമാശ പറഞ്ഞാലും സീരിയസ് ആണെന്ന് വിചാരിക്കത്തുള്ളൂ. പിന്നെ നീ ഇയാൾ പറയുന്നൊന്നും വിശ്വസിക്കരുത്. ഇയാൾക്ക് പെണ്ണുങ്ങളെ ഇഷ്ടമല്ല, പെണ്ണ് കെട്ടി ആണുങ്ങളെ ഇഷ്ടമല്ല. വേണ്ട വേണ്ട, എന്നോടൊന്നും പറയണ്ട. അയ്യോ ഫാത്തിമ, ആകെ കിട്ടിയ ഒരു ഓപ്ഡേ നീ കുളമാക്കല്ലേ. അല്ല സാറേ, ഈ സക്കീർ സാറിനെ 4 കല്യാണം വരാന്ന് പറഞ്ഞ സത്യമാണോ? പിന്നെ വേണമെങ്കിൽ കൂടുതലോ? അതെ. ഷോ, എന്തൊരു യോഗമാ. എങ്ങനെ മാനേജ് ചെയ്യും സാറേ? സാറേ, നമുക്ക് 4ഉം 6ഉം ഒന്നും വേണ്ട, 1 മതി. സാറ് നാട്ടിലുള്ള മഹാലക്ഷ്മി ചേച്ചി വിളിച്ചോണ്ടോ സാറേ? വിളിച്ചോണ്ടോ സാറേ? സമയമാവട്ടെ, വിളിച്ചോണ്ട് വരാം. ഓ, എപ്പ ചോദിച്ചാലും സമയമാവട്ടടാ, സമയമാവട്ടടാ. ഇനിയും സമയമായില്ലേ? അയ്യോ, ഈ ബാനർ കാണുമ്പോൾ ചരക്കുകൾ കിടുങ്ങണം. എങ്ങനെയുണ്ടാ? കുറച്ചുകൂടെ ചോപ്പാവല്ലേ? ഇപ്പൊ തന്നെ കുളമാണേ. ആ ഊതല്ലേ? അയ്യോ, വിശ്വാമിത്രൻ! എന്റെ അമ്മോ! Sky is no limit for the angels. എന്താണ് ഇവിടെ? വാട്ട്സ് ഹാപ്പനിങ്? അപ്പോ സ്വീകരണ കമ്മിറ്റി യോഗമായിരുന്നു. ആരാ നേതാവ്? ചോദിച്ചത് കേട്ടില്ലേ? കമോൺ. ഈ അക്കാഡമിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പെൺകുട്ടികൾ ട്രെയിനിങ്ങിന്. അപ്പൊ ബാനർ കെട്ടിയാൽ മാത്രം പോരാ, തലയും കുത്തി ഒന്ന് സല്യൂട്ട് ചെയ്യണം. ഒരു ചേഞ്ചിന്. നിന്ന നിൽപ്പിൽ സമ്മർ സോൾട്ട് ചെയ്തവന്മാർ വരെ ഉണ്ട് ഇവിടെ. എങ്ങനെയുണ്ട് സക്കീർ ഭായ് തന്റെ വെൽ ഡിസിപ്ലിൻഡ് ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ്? ഇയാള് നേരെയാവണ ലക്ഷണമില്ല. ചെറുപ്പത്തിൽ ഒരുപാട് കടുക്ക വെള്ളം കുടിച്ചിട്ടുണ്ട്. അതിന്റെ കടുക്ക കഴിച്ച എന്താ കുഴപ്പം? ഓടേക്കാം. എയർഫോഴ്സ് ലൈഫിൽ അപകടം എപ്പോ വേണമെങ്കിലും വരാം, ബട്ട് നോട്ട് ഇൻ ദ ഫോം ഓഫ് എ വുമൺ. സ്വകാര്യ ജീവിതത്തിൽ ചെത്തോ മിനുക്കോ റൊമാൻസോ എന്ത് വേണമെങ്കിലും ആകാം. പക്ഷേ ഈ മതിൽക്കെട്ടിനകത്ത് നിറങ്ങളില്ല. ആണായാലും പെണ്ണായാലും കാരറ്റ്സ് മാത്രം. Only carrots. Clear? Hey, तुम सब लोग चुप क्यों बैठा है? After all, ഒരു വെൽക്കം ബാനർ. അത് ഇത്രയും വലിയൊരു ഒഫൻസ് ആണോ? എടാ, നമ്മുടെ ഈശ്വർ സാറിനെ ഈ പെണ്ണുങ്ങളെന്ന് പറഞ്ഞ എന്താ അത്ര വലിയ അലർജി? കടുക്ക അല്ലാണ്ട് എന്ത് കാരണം? കടുക്കയ്ക്ക് എന്താ കുഴപ്പം? ഈ കടുക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം കൈപ്പുള്ള ആയുർവേദ മരുന്നാണത്. അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കടിക്കൂല, പക്ഷെ ഭയങ്കര കൊരയായിരിക്കും. അതല്ലടാ കൊക്കെ. എന്തറിഞ്ഞിട്ടാ നീ പറയണത്? എന്ത്? ഇതിന്റെ ഇന്നർ മീനിങ് എന്താണെന്ന് അറിയോ? എന്തുവാ? അറിയോ? അറിയില്ല. അറിയില്ലോ? ഇല്ല. എന്നാ അവിടെ ഇരുന്ന്. കടുക്ക എന്ന് പറയുന്ന സാധനം അല്പം അടൽസൊള്ളിയാണ്. യെസ്. ഈ കടുക്ക എന്ന് പറയുന്ന സാധനം അധികമായിട്ട് കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ ഈ സാറല്ലടാ ഒക്കെ എന്താണ് കൈ കിട്ടുന്നത്? ഒരു കാര്യം പോക്കറ്റ് കാണിച്ചാണല്ലോ. ഡോക്ടർ സാർ, കേഡറ്റ് ദാസ് സർ, കം ഹിയർ.
എന്താ ഇടയ്ക്ക് മുറിഞ്ഞു പോയത്? മുഴുവൻ പറഞ്ഞു തീർക്ക്. ഇന്നലെ എടുത്ത ക്ലാസ്സിനെ കുറിച്ച് ഞങ്ങൾ ഡിസ്കസ് ചെയ്യായിരുന്നു. കടുക്കയെ കുറിച്ചായിരുന്നു ഇന്നലത്തെ ക്ലാസ്. അല്ല, കടുക്ക നല്ലൊരു ആയുർവേദ ഔഷധം തോമസ് പറയായിരുന്നു. ദാസിന് എത്ര വയസ്സായി? 20 അല്ല 21. 10 വേനലും മഴയും തന്നെക്കാൾ കൂടുതൽ കണ്ടവനാ ഞാൻ. അപ്പൊ അതിന്റെ എല്ലുമൂപ്പ് എനിക്ക് കാണും. തോളിൽ കിറ്റ് ബാഗും തൂക്കി ഓടാനോ ചാടാനോ തലകുത്തി മറിയാനോ ഒന്നും ഞാൻ പറയില്ല. മനസ്സിലായോ? ദേ, തമാശ പറയുന്നതൊക്കെ നല്ല കാര്യം. അതൊക്കെ തരക്കാരോട് തരക്കാരെ കുറിച്ച്. ഗ്രൂപ്പ് ക്യാപ്റ്റൻ ഈശ്വർ ആരാണെന്നാ നിന്റെയൊക്കെ വിചാരം? മേലിൽ ആരെങ്കിലും അദ്ദേഹത്തെ കുറിച്ച് ഇത്തരം വർത്തമാനം പറയുന്നത് കേട്ടാൽ അണ്ടർസ്റ്റാൻഡ്? വിനോദ്, come on. അന്ന് വന്ന ചരക്ക് ഗസ്റ്റ് ആണെങ്കിൽ തിരിച്ചു പോയി കാണൂലേ? ഇനി ട്രെയിനി ആണെങ്കിലും തിരിച്ചുപോയി കാണും. വിനോദ്, അതേടാ. എന്തൊക്കെയാണേലും അസല് ചരക്കായിരുന്നു. അവളുടെ വേഷം വാങ്ങണ്ട ഈശ്വരത്താർ വെറുതെ വിടൂ. അന്ന് തന്നെ തിരിച്ചു ഉറപ്പിച്ചു കാണും. അന്നെ പീസ് വരുന്നുണ്ട്. എവിടെ? തട്ടി വീഴും. ഹലോ, കയ്യിലാട്ട് വിളിടാ. ഹലോ, മുമ്പിൽ മാറൊക്കെ നിന്റെ തന്ത. കുനിഞ്ഞു സൂക്ഷിച്ച് പൊങ്ങനെ മുകളിലൊന്നുമില്ല. നിന്റെ പൊക്കുകാല് മാറ്റി. എന്റെ അമ്മേ, ആരും ഒളിഞ്ഞൊന്നും നോക്കണ്ട, നേരെ നോക്കാം. You include the runways, the administrative block, the housing quarters, the lake, the fields, and all other facilities available here. The total area comes to about 6,500 acres. So cadets, those were the details of the academy. Clear? Yes, sir. It's working, sir. Sir? Good morning, sir. Good morning. സാറിന്റെ ഭാര്യ ഫാത്തിമയെ ഞാൻ ഇന്നലെ സ്റ്റോറിൽ വെച്ച് പരിചയപ്പെട്ടു. അപ്പോഴാ മനസ്സിലായത് ഞങ്ങൾ റിലേറ്റീവ്സ് ആണ്, സർ. റിലേറ്റീവ്സോ? ആ, സാറിന്റെ വൈഫിന്റെ ഒരു കസിൻ ഇല്ലേ, സലീം, ഗൾഫിലുള്ളത്. അയാൾ കല്യാണം കഴിച്ചിരിക്കുന്ന എന്റെ ഒരു കസിനെയാ, ആനി. അനദർ ലവ് മാരേജ്. ഞാനും കേട്ടിട്ടുണ്ട്.
ആനി ശ്രദ്ധയുടെ കസിനാണോ? യെസ് സർ, സോ വി ആർ റിലേറ്റീവ്സ്. മൈ ഗോഡ്. ഫാത്തിമ എന്നെ പെരുന്നാളിന് ക്ഷണിച്ചിട്ടുണ്ട്. കൂടാതെ സമയം കിട്ടുമ്പോഴൊക്കെ വീട്ടിലേക്ക് വരണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ വീട്ടിലേക്ക് വരണമെന്ന് എന്റെ ഭാര്യ പറഞ്ഞു. യെസ് സർ. അവക്ക് എന്നെ അത്രയ്ക്ക് വിശ്വാസമായി. സാറിനല്ല, എന്നെ. വരുന്നതൊക്കെ കൊള്ളാം, പക്ഷെ എന്റെ നെയ്ബറാണ് ഈശ്വർ സാർ. ഒരു കേഡറ്റ്, അതും ഒരു ലേഡി കേഡറ്റ്. ഒരു സീനിയർ ഓഫീസറുടെ വീട്ടിൽ വന്നു പോകുന്നത് അദ്ദേഹത്തിന് അത്ര ഇഷ്ടമാവെന്ന് തോന്നുന്നില്ല. അങ്ങനെയൊന്നുമില്ല. എന്തിനാ സാർ ആ നല്ല മനുഷ്യനെ എല്ലാരും കൂടി പറഞ്ഞു സ്ത്രീ വിദ്വേഷിയാക്കുന്നത്? ഓ ശരി, ഒരു അനുഭവം ഉണ്ടാകുന്നവരെ ഇങ്ങനെ ഒരു അഭിപ്രായം മനസ്സിലിരിക്കുന്നതും നല്ലതാ.